വിസ്ഡം ഗ്ലോബൽ ഇസ്ലാമിക് മിഷൻ. ചേർന്നു നിൽക്കുക, നമുക്കൊപ്പം നടക്കാം. നാളെയുടെ നല്ല നിമിഷങ്ങൾക്കായി സ്നേഹത്തിന്റെ പുതിയ പാഠങ്ങൾ രചിക്കാം. ഇനി വരാനുള്ളത് വിജ്ഞാനത്തിന്റെ വിലപിടിപ്പുള്ള ദിനങ്ങൾ. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يريدون ليطفئوا نور الله بأفواههم والله متم نوره ولو كره الكافرون. അവർ അവരുടെ വായ്കൊണ്ട് അല്ലാഹുവിന്റെ പ്രകാശം കെടുത്തിക്കളയാനാണ് ഉദ്ദേശിക്കുന്നത്. സത്യനിഷേധികൾക്ക് അനിഷ്ടകരമായാലും അല്ലാഹു അവന്റെ പ്രകാശം പൂർത്തിയാക്കുന്നവനാകുന്നു. هو الذي أرسل رسوله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. സന്മാർഗവും സത്യമതവും കൊണ്ട് എല്ലാ മതങ്ങൾക്കും മീതെ അതിനെ തെളിയിച്ചു കാണിക്കുവാൻ വേണ്ടി തന്റെ ദൂതനെ നിയോഗിച്ചവനാകുന്നു അവൻ. ബഹുദൈവാരാധകർക്ക് അത് അനിഷ്ടകരമായാലും ശരി. يا أيها الذين آمنوا هل أدلكم على تجارة تنجيكم من عذاب أليم تؤمنون بالله ورسوله وتجاهدون في سبيل الله بأموالكم وأنفسكم ذلكم خير لكم إن كنتم تعلمون. السلام عليكم ورحمة الله وبركاته. الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير الحدي حدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس إنا خلقناكم من ذكر وأنثى وجعلناكم شعوبا وقبائل لتعارفوا إن أكرمكم عند الله أتقاكم. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا.
أعوذ بالله من الشيطان الرجيم لن تنالوا البر حتى تنفقوا مما تحبون أعوذ بالله من الشيطان الرجيم وإن كنتم في ريب مما نزلنا على عبدنا فأتوا بسورة من مثله وادعوا شهداءكم من دون الله إن كنتم صادقين. ഏറ്റവും സ്നേഹം നിറഞ്ഞ അന്നസ്വർ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ സജീവരായ സാരഥികളെ, അതോടൊപ്പം തന്നെ ഈ യോഗത്തിൽ അധ്യക്ഷ പ്രസംഗം നിർവഹിച്ച ബഹുമാന്യനായ പ്രസിഡന്റ് മുഹമ്മദ് അലി പാറക്കൽ, സ്വാഗതം ആശംസിച്ച ബഹുമാന്യനായ സെക്രട്ടറി അനീഷ് സാഹിബ്, ഏറെ ആദരണീയനും അതുപോലെ തന്നെ എല്ലാവരാലും അംഗീകരിക്കപ്പെടുന്ന ഉദ്ഘാടകൻ, ഈ നാട്ടിന്റെ MLA-യും കൂടിയായ ശ്രീ ചിറ്റയം ഗോപകുമാർ, അതോടൊപ്പം തന്നെ ഇൻഷാ അല്ലാഹ് ഇവിടെ എത്തിച്ചേരുമെന്ന് പറഞ്ഞിട്ടുള്ള DYSP, അതോടൊപ്പം ഏറെ ശാന്തമായുള്ള ഈ ഗ്രീൻ വാലി പാർക്കിൽ ഈ സദസ്സിൽ എത്തിച്ചേർന്നിട്ടുള്ള ഇവിടുത്തെ എന്റെ നല്ലവരായ സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, ഏറെ ശാന്തമായ ഒരു അന്തരീക്ഷത്തിലാണ് നമ്മളിവിടെ സംഘടിച്ചിട്ടുള്ളത്. ഇവിടെ നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയത്തിന് ഏറെ കാലിക പ്രസക്തിയുണ്ട്. സാധു സംരക്ഷണം ഇസ്ലാമിൽ എന്ന വിഷയത്തോട് അനുബന്ധിച്ചാണ് നമ്മൾ സംസാരിക്കേണ്ടത്. സാധു സംരക്ഷണം ഇസ്ലാമിൽ എന്നുള്ള ഈ ഒരു ടോപ്പിക് എന്തുകൊണ്ട് ഒരു ഓർമ്മപ്പെടുത്തലായി നമ്മുടെ മുമ്പിലേക്ക് സംഘാടകർ തന്നു എന്നത് ഗൗരവത്തോടുകൂടി നമ്മൾ ചിന്തിക്കേണ്ട കാര്യമാണ്. കാരണം ഏറെ പ്രശ്നങ്ങളും പ്രയാസങ്ങളും ദുഃഖങ്ങളും ദുരിതങ്ങളും കേട്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ അധ്യക്ഷ പ്രാസംഗികരും എന്റെ മുമ്പേ സംസാരിച്ചവരുമൊക്കെ സൂചിപ്പിച്ചതുപോലെ മറ്റുള്ളവരുടെ കാര്യത്തിൽ ഇടപെടാനോ അവരുടെ കാര്യങ്ങൾ ചർച്ച ചെയ്യുവാനോ മറ്റുള്ളവരുടെ ദുഃഖങ്ങൾ കേൾക്കുവാനോ നമ്മൾക്ക് സമയമില്ല. പണ്ടു കാലഘട്ടത്തിലൊക്കെ നമ്മുടെ ഉമ്മമാരും നമ്മുടെ ഉപ്പമാരും നമ്മുടെ പൂർവിക തലമുറകളും അവരൊക്കെ കഴിഞ്ഞിരുന്ന ആ സമൂഹത്തിൽ സ്നേഹമുണ്ടായിരുന്നു, ഐക്യമുണ്ടായിരുന്നു, പരസ്പരം വിശ്വാസമുണ്ടായിരുന്നു, വാത്സല്യമുണ്ടായിരുന്നു. അന്ന് വീടിന്റെ അതിർത്തി തീരുമാനിച്ച് കോൺക്രീറ്റ് കൊണ്ടുള്ള മതിലുകൾ ആ ബന്ധങ്ങൾക്ക് ഒരു തടസ്സമായിരുന്നില്ല. അയൽവാസികൾ സ്വന്തം ഉമ്മയുടെ ഗർഭപാത്രത്തിൽ പിറന്ന മക്കളെക്കാളും സ്നേഹത്തിൽ കഴിഞ്ഞിരുന്ന ഒരു ഇന്നലകൾ നമ്മൾക്കുണ്ടായിരുന്നു. ഓർക്കുന്നുണ്ടാവും നമ്മുടെ ഉമ്മമാർ, ഓർക്കുന്നുണ്ടാവും നമ്മുടെ ഉപ്പമാർ. അയൽവാസികളോടുള്ള ആ ബന്ധം
നമ്മുടെ ആധുനിക തലമുറയിൽ ന്യൂ ജനറേഷൻ എന്ന് ഓമന പേരിട്ട് വിളിക്കുന്ന നമ്മുടെ മക്കൾക്കറിയൂ അയൽവാസിയുടെ കുടുംബക്കാരാരാണ്, അയൽവാസികളുടെ പേരെന്താണ്, അവന്റെ ജോലി എന്താണ് അറിയോ നമുക്ക്? അതുകൊണ്ട് തന്നെ ആത്മഹത്യയിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. അവന്റെ തൊണ്ടക്കുടിയോളം വരുന്ന ദുഃഖങ്ങളെ അയൽവാസിയായ നമ്മുടെ മുമ്പിൽ തുറന്നു വെക്കാൻ നമ്മൾ പാകപ്പെട്ടിട്ടില്ല. അവന്റെ നൊമ്പരങ്ങളെ, അവന്റെ പ്രയാസങ്ങളെ നമ്മോട് പറയാനും പങ്കുവെക്കാനും അവൻക്ക് തോന്നുന്നില്ല. അവസാനം അവന്റെ വീട്ടിലെ ഉമ്മറപ്പടിയിൽ അല്ലെങ്കിൽ വീട്ടിലെ റൂമിനകത്ത് ഒരു മുളം കയറിൽ അവന്റെ ജീവിതം അവസാനിക്കുമ്പോൾ മാത്രമാണ് തൊട്ടടുത്ത് നിൽക്കുന്ന അയൽവാസി അറിയുന്നത് അവൻക്ക് ഇങ്ങനെയൊക്കെ ചില ദുഃഖങ്ങൾ ഉണ്ടായിരുന്നു എന്നത്. എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരോട്, എന്റെ സഹോദരന്മാരോട് ചോദിച്ചോട്ടെ, ഇന്നത്തെ ആധുനിക തലമുറകൾക്ക് ലോകത്തിന്റെ പ്രശ്നങ്ങൾ അറിയാൻ അവർക്ക് സാധിച്ചിട്ടില്ല. കാരണം മറ്റുള്ളവരുടെ പ്രശ്നത്തിൽ ഇടപെടാൻ അവർക്ക് കഴിയുന്നില്ല. ഇന്ന് പലപ്പോഴും പണ്ടൊക്കെ ക്യാമ്പസുകളുടെ തീരത്തേക്ക് പോകുമ്പോ, ക്യാമ്പസിന്റെ അടുത്തുകൂടെ നടന്നു പോകുമ്പോ ഏറെ ശബ്ദകോലാഹലങ്ങൾ കേട്ടിരുന്നു. ഒരു കാലഘട്ടത്തിൽ കുറ്റിപ്പുറം റെയിൽവേ സ്റ്റേഷൻ എത്തിക്കഴിഞ്ഞ ഏതുറങ്ങുന്ന ഒരാളും ചാടി എഴുന്നേൽക്കുമായിരുന്നു. കുറ്റിപ്പുറം ട്രെയിൻ നിർത്തിയിട്ടുണ്ട്, ആ കുറ്റിപ്പുറം റെയിൽവേ സ്റ്റേഷൻ എത്തിയിട്ടുണ്ട് എന്ന് അവിടെ MESൽ പഠിക്കുന്ന കോളേജ് വിദ്യാർത്ഥികളുടെ പരസ്പരമുള്ള ശബ്ദങ്ങളിലൂടെയായിരുന്നു, അവരുടെ സംസാരത്തിലൂടെയായിരുന്നു തിരിച്ചറിഞ്ഞിരുന്നത്. എന്നാൽ ഇന്ന് ആ സംസാരം നമ്മുടെ നാട്ടിൽ കേൾക്കാനില്ല. കുറ്റിപ്പുറം റെയിൽവേ സ്റ്റേഷൻ ഇന്ന് നിശബ്ദമാണ്. അതുപോലെ ഓരോ കോളേജ് ക്യാമ്പസിന്റെ അരികിലുമുള്ള ഓരോ റെയിൽവേ സ്റ്റേഷനുകളും ബസ് സ്റ്റേഷനുകളും നിശബ്ദമാണ്. കാരണം വിദ്യാർത്ഥികൾ നമ്മോട് പറയുന്നത്, ലോകത്തോട് പറയുന്നത്, ഞങ്ങൾക്കൊന്നും ലോകത്തോട് സംസാരിക്കാനില്ല, ലോകത്തിൻ്റെതൊന്നും ഞങ്ങൾക്ക് കേൾക്കുകയും വേണ്ട എന്നതിന്റെ പ്രതീകാത്മകമായി അവരുടെ ചെവിയിൽ ലോകത്തിന്റെ ദുഃഖങ്ങൾ കേൾക്കാതിരിക്കാൻ ഹെഡ്സെറ്റ് തിരികെ വെച്ച് ലോകത്തോടൊന്നും സംസാരിക്കാനില്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് വായക്കകത്ത് മൈക്രോഫോൺ തിരികെ വെച്ച് കഴിയുന്ന ന്യൂ ജനറേഷൻ എന്താ ദുഃഖങ്ങൾ കേൾക്കാൻ അവർക്ക് സാധിക്കാത്തത് എന്നതിന്റെ കാരണം നമ്മൾക്ക് മനസ്സിലായല്ലോ. അയൽവാസിയുടെ ദുഃഖങ്ങൾ കേൾക്കാൻ അവൻക്ക് സമയമില്ല. ലോകത്ത് കുടുംബക്കാരുടെ പ്രയാസങ്ങൾ കേൾക്കാൻ അവൻക്ക് സമയമില്ല. വാട്സപ്പിൽ മുഖം കുത്തിയിരുന്നു കൊണ്ട് ലോകത്ത് നൈജീരിയയിലും ആഫ്രിക്കയിലും അമേരിക്കയിലുമുള്ള അവിടത്തെ ആളുകളുടെ കുശലാന്വേഷണങ്ങൾ ചോദിക്കുന്ന നമ്മുടെ പൊന്നുമക്കൾക്ക് ആ കുടുംബത്തുള്ള റൂമിന്റെ അകത്തളത്തിലുള്ള പ്രിയപ്പെട്ട മാതാവിന്റെ വേദനയെന്ത് എന്ന് ചോദിക്കാൻ അവന്റെ ഹൃദയം പാകപ്പെടുന്നില്ല. എന്തുപറ്റി നമ്മുടെ തലമുറ? എന്തുപറ്റി ന്യൂ ജനറേഷൻ എന്ന ഓമന പേരിട്ട് വിളിക്കുന്ന നമ്മുടെ പൊന്നുമക്കൾക്ക് എന്തുപറ്റി? ആ ചർച്ചയ്ക്ക് ഏറെ പ്രസക്തിയുണ്ട്. ആ ചർച്ചയിലൂടെ വേണം നമ്മൾ ഈ ട്രസ്റ്റിന്റെ പ്രവർത്തനങ്ങളിലേക്ക് എത്താൻ. ആ ചർച്ച ഗൗരവകരമായി ചെയ്യേണ്ട കാര്യമാണ്. ഈ ട്രസ്റ്റിന്റെ സംഘാടകരായ ആളുകൾ പ്രായമായി ഒരുപക്ഷെ പ്രായാധിക്യത്തിന്റെ പിടിയിൽ അമരുമ്പോ ഈ ട്രസ്റ്റിനെ ഒരു താങ്ങായി, തണലായി സമൂഹത്തിന്റെ മുമ്പിൽ ജ്വലിപ്പിക്കാൻ കഴിയുന്ന ആർജവമുള്ള യുവാക്കളെവിടെ? ആർജവമുള്ള നമ്മുടെ മക്കളെവിടെ? ലോകത്തിന്റെ ദുഃഖങ്ങൾ കേൾക്കാൻ സാധിക്കാതെ വീട്ടിന്റെ ഉമ്മറപ്പടിയിൽ അല്ലെങ്കിൽ കോളേജിന്റെ ക്യാമ്പസിൽ നിന്ന് പടിയിറങ്ങി പോകുന്ന നമ്മുടെ പൊന്നുമക്കൾ മദ്യഷാപ്പുകളുടെയും ബീവറേജസിന്റെയും സിനിമാ തിയേറ്ററുകളുടെയും വ്യഭിചാരശാലകളുടെയും അതിന്റെ അകത്തളങ്ങളിലേക്ക് നയിക്കപ്പെടുമ്പോ ആര് നയിക്കും? പ്രിയപ്പെട്ടവരെ, ഈ തലമുറ, ഈ സമൂഹത്തെ, ഈ ട്രസ്റ്റിനെ, ഈ നന്മയുടെ ദീപശിഖ ആര് സമൂഹത്തിൽ കൈമാറ്റം ചെയ്യും?
അവിടെയാണ് നമ്മൾ ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യപ്പെടുന്നത്. ലോകത്തിന്റെ പ്രശ്നങ്ങൾ നമ്മൾക്ക് കേൾക്കണ്ട, മറ്റുള്ളവരുടെ കുട്ടികളല്ലേ കേടുവരുന്നത്, ഞങ്ങൾക്കെന്താ എന്ന് വിചാരിച്ചുകൊണ്ട് അവനവന്റെ മക്കളുടെ കാര്യം മാത്രം നോക്കി നടക്കുമ്പോ ഞാനും എന്റെ കെട്ടിയോനും ഒരു തട്ടാനും എന്ന സിദ്ധാന്തത്തിലേക്ക് ലോകം ചുരുങ്ങി വരുമ്പോ, ലോകത്തിന്റെ വിശാലമായ വീക്ഷണത്തിൽ നിന്ന് ലോകം അവനവനിലേക്ക് ചുരുങ്ങി വരുമ്പോ, നാളെ അല്ലെങ്കിൽ തൊട്ടടുത്ത ദിവസങ്ങളിൽ ആ ലോകം ചുരുങ്ങിയതിന്റെ പേരിൽ, ഈ ലോകത്ത് മറ്റുള്ളവരുടെ ദുഃഖങ്ങളിൽ നിങ്ങൾ ഇടപെടാത്തതിന്റെ പേരിൽ ഈ മക്കൾ, അതല്ലെങ്കിൽ ലോകത്തിന്റെ സ്പന്ദനങ്ങൾ, ഈ ലോകത്തിന്റെ വേദനകൾ നിങ്ങളുടെ കുടുംബത്തിലേക്ക് കയറി വരുമ്പോ, അന്ന് നിങ്ങൾ തിരിച്ചറിയുമ്പോ ഏറെ സമയം വൈകിയിട്ടുണ്ടാകും. അതിന്റെ മുമ്പ് തിരിച്ചറിയാനും പ്രവർത്തിക്കാനും പ്രവൃത്തി മണ്ഡലത്തിലേക്ക് നമ്മൾ വരാനും എന്തിന്റെ മാർഗം? വഴിതെറ്റിപ്പോകുന്ന ആധുനിക തലമുറയെ, അതുപോലെ തന്നെ ബന്ധങ്ങൾ വിച്ഛേദിച്ചു കൊണ്ടിരിക്കുന്ന ആധുനിക സമൂഹത്തെ പരസ്പരം തമ്മിൽ തല്ലിക്കൊണ്ട് സംഘടനയുടെ പക്ഷപാതിത്വ നിലപാടോടുകൂടി കണ്ടാലൊന്ന് പുഞ്ചിരിക്കാൻ മറന്നുപോയ ഈ സമൂഹത്തെ ഒരുമിപ്പിക്കുവാനും അവരെ സ്നേഹത്തിന്റെ ഉന്നതമായ ആ പദങ്ങൾ പകർന്നു കൊടുക്കാനും എന്തുണ്ട് നമ്മുടെ മുമ്പിൽ? എന്റെ പ്രിയപ്പെട്ട മുസ്ലിം സമുദായത്തിലെ ചെറുപ്പക്കാരെ, യുവാക്കളെ, സംഘടനാ പക്ഷപാതിത്വം മറന്ന്, സംഘടനയുടെ അഭിപ്രായ വ്യത്യാസങ്ങൾ മറന്ന് ഇന്ന് കേരളത്തിന് മാതൃകയായ ഉന്നതമായ ഒരു പ്രവർത്തനം കാഴ്ചവെച്ചുകൊണ്ട് അന്നസർ ട്രസ്റ്റ് സംഘടിപ്പിക്കുന്ന ഈ പ്രവർത്തനം കേരളത്തിന് മാതൃകയാണ്. അവർക്ക് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാം, ആദർശപരമായി ആശയപരമായി അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാം. പക്ഷേ മുസ്ലിം സമുദായത്തിന്റെ ഒറ്റക്കെട്ടായി നമ്മൾക്ക് ഒന്നിച്ചു നിൽക്കാൻ കഴിയുന്ന മേഖലകളിൽ ഒന്നിച്ചു നിൽക്കണമെന്നാണ് ഈ ട്രസ്റ്റ് പ്രഖ്യാപിക്കുന്നത്. ആശയപരമായി ആർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഇണങ്ങിച്ചേരാൻ ഒരുപക്ഷെ കഴിയില്ല. ഹിന്ദുവിന് വേറെ ആദർശമാണ്, മുസൽമാന് വേറെ ആദർശമാണ്, മറ്റുള്ളവർക്ക് ഓരോരുത്തർക്കും വ്യക്തിപരമായ ആദർശങ്ങൾ ഉണ്ടാകും. പക്ഷേ ആ ആദർശത്തെ നിലനിർത്തിക്കൊണ്ട് തന്നെ ഇന്ത്യ രാജ്യത്തെ പോലെ വിവിധ മതങ്ങളെയും വിവിധ ദർശനങ്ങളെയും ഉൾക്കൊള്ളുന്ന ഇന്ത്യ രാജ്യത്തെ പോലെ വ്യത്യസ്ത ആദർശങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് ഈ ട്രസ്റ്റിൽ ഊന്നി നിന്നുകൊണ്ട് നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുമ്പോൾ എന്ത് ആധാരമാക്കിയിട്ടാണ് നമ്മൾ പ്രവർത്തിക്കേണ്ടത്? അന്നസർ ട്രസ്റ്റ് എന്താണ് മുമ്പിൽ വെക്കേണ്ടത്? നിങ്ങൾക്കറിയോ പ്രിയപ്പെട്ടവരെ, ഇന്ന് ലോകം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന, ഇന്ന് ലോകത്തെ തിന്മകൾ നങ്കൂരമിട്ടുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഓരോ തിന്മയും പത്രദ്വാരാ മാധ്യമങ്ങളിലൂടെ വായിക്കുമ്പോ നമ്മൾ നെഞ്ചകത്ത് കൈവച്ച് ഇത് ലോകത്തിന്റെ അധപ്പതനത്തിലേക്കാണ് നമ്മൾ എത്തിച്ചേർന്നിട്ടുള്ളത് എന്ന് സ്വയം നെടുവീർപ്പെടുമ്പോ പരിഹാരത്തെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? നമ്മുടെ ആധുനിക തലമുറ വഴിതെറ്റി പോകുന്നതിനെ കുറിച്ച് ബേജാറാകുന്നു എന്നല്ലാതെ പരിഹാരം എന്തെന്ന് ലോകത്തിന് ആ മക്കൾക്ക് നിർണയിച്ചു കൊടുക്കാൻ എന്തെങ്കിലും സാധിച്ചിട്ടുണ്ടോ? നമ്മുടെ മക്കള് വഴിതെറ്റിപ്പോ ആ മക്കളെ വഴിതെറ്റിയവനാണെന്നും പറഞ്ഞ് വീട്ടിന്റെ അകത്തളത്തിൽ നിന്ന് പടിയടച്ച് പിണ്ടം വെക്കുന്നതിന്റെ മുമ്പ് എന്നെങ്കിലും എന്റെ പ്രിയപ്പെട്ട ഉമ്മ, എന്നെങ്കിലും എന്റെ പ്രിയപ്പെട്ട വാപ്പ സ്വന്തം മക്കളെ ഒന്ന് മാറോടടക്കി പിടിച്ച് സ്വന്തം മക്കളെ ഉപദേശിക്കാൻ സാധിച്ചിട്ടുണ്ടോ? നമുക്ക് സ്വന്തം മക്കളോടൊന്ന് സ്നേഹത്തോടെ സംസാരിച്ചിട്ട് എത്ര നാളായി എന്റെ പ്രിയപ്പെട്ട ഉമ്മ? നമ്മുടെ ചെറുപ്പത്തിൽ ആ പൊന്നുമക്കള് വാത്സല്യത്തോടെ നമ്മുടെ കയ്യിൽ കിടക്കുന്ന കളിക്കുന്ന പ്രായത്തിൽ 2, 3, 4 വയസ്സിൽ ആ പൊന്നുമോന് സ്കൂളിലേക്ക് പോകുമ്പോ ആണല്ലോ നമ്മൾ അവസാനമായിട്ട് അവനെ ചുംബിച്ചത്. ഇന്ന് അവന് വഴിതെറ്റിപ്പോകുക. അവരെ പല മക്കളെയും വഴിതെറ്റിപ്പോകുന്നതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചപ്പോ ബാപ്പ എന്നെ സ്നേഹിക്കുന്നില്ല, ഉമ്മ എന്നെ സ്നേഹിക്കുന്നില്ല, ബാപ്പാന്റെ സാന്നിധ്യം എനിക്ക് ലഭിക്കുന്നില്ല, പിന്നെ ആർക്ക് വേണ്ടിയാ ഞാൻ ജീവിക്കുന്നത് എന്ന് പറയുന്ന പ്രിയപ്പെട്ട മക്കളുടെ ദുഃഖങ്ങൾ കേൾക്കാൻ നമ്മൾക്കും സമയമില്ല. അതുകൊണ്ട് ഞാൻ പറയുന്നു പ്രിയപ്പെട്ടവരെ, മക്കളുമായുള്ള ബന്ധം, ഉമ്മയുമായുള്ള ബന്ധം, ഭാര്യയുമായുള്ള ബന്ധം, സമൂഹവുമായുള്ള ബന്ധം, അന്യമതസ്ഥരോടുള്ള ബന്ധം, അതുപോലെ തന്നെ രാജ്യത്ത് എങ്ങനെയാണ് സമാധാനത്തിൽ ജീവിക്കേണ്ടത്, അതുപോലെ ഒരു സമൂഹത്തിൽ ഏതിന്റെ അടിസ്ഥാനത്തിലാണ് എങ്ങനെയാണ് സാധു സംരക്ഷണം നടത്തേണ്ടത് എന്ന് കൃത്യമായി പഠിപ്പിക്കുന്ന ഒരു ആധാരപ്രധാനമായ ഒരു ബേസിക്, ഒരു കൃത്യമായ എവിഡൻസ് അതിനെ മുൻനിർത്തിയിട്ടായിരിക്കണം നമ്മൾ പ്രവർത്തിക്കേണ്ടത്. അതെന്താ പ്രിയപ്പെട്ടവരെ? ലോകത്തിന്റെ വിമോചനത്തിന്റെ ഉന്നതമായ ഒരു മാർഗദർശനം കയ്യിൽ വെച്ചുകൊണ്ടാണ്, അത് മൂടി വെച്ചിട്ടാണ് എന്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ വഴിതെറ്റി പോയിക്കൊണ്ടിരിക്കുന്നത്. ലോകത്തെ മറ്റുള്ള ദർശനങ്ങളെ കടമെടുക്കേണ്ടവരല്ല നമ്മൾ,
ലോകത്തെ മറ്റുള്ള സിദ്ധാന്തങ്ങളെ നെഞ്ചേറ്റേണ്ടവരല്ല നമ്മൾ. നിങ്ങൾക്കറിയോ, നമ്മുടെ കയ്യിലുള്ള 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തിന്മയിൽ അധിഷ്ഠിതമായ ഒരു ജീവിതം നയിച്ചിരുന്ന ഒരു ജനപദത്തെ ലോകത്തെ തുല്യതയില്ലാത്ത, സമാനതകളില്ലാത്ത ഒരു വ്യക്തിത്വങ്ങളാക്കി വാർത്തെടുത്ത ആ പരിശുദ്ധ ഖുർആൻ നമ്മുടെ കയ്യിലുണ്ടായിട്ട് നമ്മൾക്ക് വായിച്ചു നോക്കാൻ സാധിക്കുന്നില്ല. സാധു സംരക്ഷണം ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട ലോകത്തിലെ ഒരേ ഒരു വേദഗ്രന്ഥം അത് പരിശുദ്ധ ഖുർആന. 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അറബിയുടെ ചരിത്രം ഇതായിരുന്നില്ല. അറബിയുടെ ചരിത്രം ഇതായിരുന്നില്ല. ഇന്ന് കാണുന്നത് പോലെ നാഗരികതകൾ അവിടെ ഉണ്ടായിരുന്നില്ല. ഇന്ന് കാണുന്നത് പോലെ യൂണിവേഴ്സിറ്റികൾ, സർവകലാശാലകൾ അവിടെ ഉണ്ടായിരുന്നില്ല. ഇന്ന് കാണുന്നത് പോലെ ഉന്നതമായ ഒരു സംസ്കാരം അവിടെ ഉണ്ടായിരുന്നില്ല. 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പ്രിയപ്പെട്ടവരെ, മദ്യപിച്ച് വ്യഭിചരിച്ച് മദ്യത്തിന്റെ ചഷകത്തിൽ വീണ് കിടക്കുന്ന ഒരു ഈച്ചയെ നോക്കി അവർ പാടിയിരുന്നു, ഞങ്ങളും ഒരു ഈച്ചയായിരുന്നെങ്കിൽ ഈ ഈച്ചയ്ക്ക് മദ്യത്തിന്റെ ലഹരി അനുഭവിച്ച് ചത്തതുപോലെ ഞങ്ങൾക്കും മുന്തിരിവള്ളിയുടെ ചുവട്ടിൽ കിടന്ന് മരിക്കാമല്ലോ. ആ ഈച്ചയെ നോക്കി കവിത ചൊല്ലിയിരുന്ന ഒരു തലമുറ ഇവിടെ ജീവിച്ചിരുന്നു. കഴിഞ്ഞില്ല പ്രിയപ്പെട്ടവരെ. പ്രായത്തിനനുസരിച്ച് വീട്ടിന്റെ ഉമ്മറപ്പടിയിൽ പ്രായത്തെ പ്രഖ്യാപിക്കുന്ന വിധത്തിൽ വ്യത്യസ്ത രൂപത്തിലുള്ള ഫ്ലാഗുകൾ, വ്യത്യസ്ത രൂപത്തിലുള്ള കൊടികൾ നാട്ടി പുരുഷന്മാരെ ആകർഷിച്ചിരുന്ന ഒരു സമൂഹം, പലിശക്ക് കൊടുക്കുകയും പലിശക്ക് കൊടുത്ത് തിരിച്ചു തരാത്തവർക്ക് നേരെ യുദ്ധം ചെയ്യുകയും ചെയ്തിരുന്ന ഒരു സമൂഹം. ആ പലിശ കമ്പോളത്തിൽ ഏറ്റവും മുന്നിൽ നിന്നിരുന്നത് അവിടുത്തെ പ്രവാചകന്റെ പിതൃവ്യനായ അബ്ബാസ് റളിയല്ലാഹു അൻഹു ആയിരുന്നു. ഇന്നത്തെ ചില ഫിനാൻസുകളെ പോലെ, ഇന്നത്തെ ചില പലിശ കമ്പോളത്തിലെ കമ്പനിക്കാരെ പോലെ ഏറ്റവും മുന്നിൽ നിന്നിരുന്ന ഒരു സമൂഹത്തിലെ ആളുകൾ കഴിഞ്ഞില്ല പ്രിയപ്പെട്ടവരെ. മാത്രവുമല്ല, ആ കഅബാലയത്തെ പുനർനിർമ്മിക്കുമ്പോ ഹലാലാക്കി സമ്പാദിച്ച സമ്പത്ത് തികയാതെ വരികയും ആ കഅബാലയത്തിന്റെ വിസ്തൃതി കുറച്ചുകൊണ്ട് ഹലാലാക്കിയ സമ്പാദ്യത്തിൽ നിന്ന് ഉണ്ടാക്കിയപ്പോ അത് പൊളിച്ച ആ കഅബാലയത്തെ പുനർനിർമ്മിക്കാൻ കഴിഞ്ഞില്ല. അത്രയ്ക്ക് സമ്പത്ത് പോലും ഹലാലിന്റെ മാർഗത്തിൽ അവരുടെ കയ്യിലുണ്ടായിരുന്നില്ല. ആ അറേബ്യൻ ജനതയുടെ കയ്യിലുണ്ടായിരുന്ന സമ്പത്ത് 3 സോഴ്സിലായിരുന്നു. ഒന്ന് പലിശ, ചൂതാട്ടം, അതുപോലെ തന്നെ ഒന്ന് നന്മയിൽ അവരുണ്ടാക്കിയ കച്ചവടത്തിലൂടെ അവരുണ്ടാക്കിയ സമ്പത്ത്. ഇങ്ങനെ 3 സോഴ്സിൽ അവർ നിക്ഷേപിച്ചിരുന്നു. ഹലാലിലൂടെ അവർ സമ്പാദിച്ച ആ സമ്പത്ത് കൊണ്ട് ആ കഅബാലയത്തെ പുനർനിർമ്മിക്കാൻ അവർക്ക് സാധിച്ചില്ല എന്ന് ചരിത്രത്തിൽ രേഖപ്പെടുത്തുമ്പോൾ എന്റെ പ്രിയപ്പെട്ടവരോട് ഞാൻ ചോദിച്ചോട്ടെ, എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളോട് ഞാൻ ചോദിച്ചോട്ടെ, ഈ 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന ജനപദത്തെ മദ്യപാനത്തിലും വ്യഭിചാരത്തിലും അതുപോലെ തന്നെ പെൺകുട്ടികളെ പ്രസവിച്ചു കഴിഞ്ഞാൽ കുടിച്ചു മൂടിയിരുന്ന ആ ജനവിഭാഗത്തെ ഒരു ഒട്ടകം തൊട്ടപ്പുറത്തുള്ള ഗോത്രത്തിൽ നിന്ന് വെള്ളം കുടിച്ചതിന്റെ പേരിൽ വർഷങ്ങളായി യുദ്ധം ചെയ്തിരുന്ന ആ സമൂഹത്തെ ലോകത്തെ ഏറ്റവും ഐക്യമുള്ള ഒരു സമൂഹമാക്കി മാറ്റിയ ആ ഗ്രന്ഥമേതാ പ്രിയപ്പെട്ടവരെ? എന്റെ മുസ്ലിം സമുദായം വായിച്ചിട്ടുണ്ടോ? അത് എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ആ ഖുർആനിനെ അർത്ഥതലങ്ങളോടുകൂടി ഒന്ന് വായിക്കാൻ എന്റെ ശബ്ദം ശ്രവിക്കുന്ന ആർക്കെങ്കിലും സാധിച്ചിട്ടുണ്ടോ? അങ്ങനെ വായിച്ചിരുന്നെങ്കിൽ നമ്മൾക്ക് സാധു സംരക്ഷണം എന്നൊരു വിഷയത്തെക്കുറിച്ച് ഓർമ്മപ്പെടുത്തലുകൾ ആവശ്യമുണ്ടായിരുന്നില്ല. അല്ലേ സഹോദര? ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ലോകത്തെ വിപ്ലവം സൃഷ്ടിച്ച, ലോകത്തെ പല അതിഗായകന്മാരായ, അതുപോലെ തന്നെ സാഹിത്യകാരന്മാരാൽ വാഴ്ത്തപ്പെട്ട, അതുപോലെ തന്നെ ഇംഗ്ലീഷ് സാഹിത്യത്തിൽ അറിയപ്പെടുന്ന ബെർണാഡ് ഷോയെ പോലുള്ള ആളുകൾ വാഴ്ത്തപ്പെട്ട പരിശുദ്ധ ഖുർആനിനെ വായിക്കാൻ നമ്മൾക്ക് സാധിച്ചിട്ടുണ്ടോ? ആ ഖുർആൻ പ്രിയപ്പെട്ടവരെ തിന്മയിൽ അധിഷ്ഠിതമായിരുന്ന ആ ജനപദത്തെ, അതോടൊപ്പം തന്നെ സഹോദര നോക്ക്, പരസ്പരം ഭിന്നിച്ചു നിന്നിരുന്ന ആ സമൂഹത്തെ, ഒരു ഒട്ടകത്തിന്റെ കയറിന്റെ പേരിൽ വർഷങ്ങളോളം യുദ്ധം ചെയ്തിരുന്ന ആ സമൂഹത്തെ അവരെ ഏകോപിപ്പിച്ചുകൊണ്ട് ഏതുവരെ എന്നറിയും നിങ്ങൾക്ക്? യുദ്ധത്തിന്റെ സാഹചര്യത്തിൽ അവർ മുസ്ലിമായപ്പോ നോക്ക്, ജാഹിലിയ കാലഘട്ടത്തിൽ നിന്ന് അവര് മാറി അവർ മുസ്ലിമായപ്പോ യുദ്ധത്തിന്റെ സാഹചര്യത്തിൽ 3 സഹാബികൾ മരിക്കാൻ വേണ്ടി കിടക്കുന്ന സന്ദർഭമാണ്. മരിക്കാൻ വേണ്ടി കിടക്കുന്ന സന്ദർഭത്തിൽ അവസാനമായി ആ 3 സഹാബികളും ചോദിച്ചു, വെള്ളം തരുമോ എന്ന് ചോദിച്ചു. അങ്ങനെ വെള്ളം കൊണ്ടുവന്നപ്പോ ഒരാള്, പ്രിയപ്പെട്ട സഹോദരന്മാരെ, തിന്മയിൽ അധിഷ്ഠിതമായി ഒരു ജീവിതം നയിച്ചിരുന്ന ഒരു ജനവിഭാഗത്തെ മാറ്റി ലോകത്തിന് മാതൃകയാക്കിയ ഒരു ജനവിഭാഗമാക്കി തീർത്തത് ആ ഗ്രന്ഥം ഏതാണ്?
ആ ഗ്രന്ഥത്തിനല്ലാതെ ഇന്ന് ലോകത്തെ മാറ്റാൻ കഴിയൂല എന്ന് ഉറപ്പിച്ച് നമ്മൾ പറയുമ്പോൾ ചർച്ച ചെയ്യണം ഏതാണ് ആ വേദഗ്രന്ഥമെന്ന്. ലോകത്ത് വ്യത്യസ്തങ്ങളായ വേദഗ്രന്ഥങ്ങളുണ്ട്. ഹൈന്ദവ വേദഗ്രന്ഥങ്ങളുണ്ട്, ക്രൈസ്തവ വേദഗ്രന്ഥങ്ങളുണ്ട്, അതോടൊപ്പം തന്നെ മറ്റുള്ള വേദഗ്രന്ഥങ്ങളുണ്ട്. എന്നാൽ ആധുനിക പ്രശ്നങ്ങൾക്ക് പരിഹാരം നിർദ്ദേശിക്കാൻ കഴിയുന്ന ലോകത്തിന്റെ വേദഗ്രന്ഥം അത് ദൈവീകമായ വേദഗ്രന്ഥമായ പരിശുദ്ധ ഖുർആനാണ്. ആ ഖുർആനിൽ ചർച്ച ചെയ്ത വിഷയങ്ങൾ ഇപ്പോൾ നോക്ക്. ആധുനികമായി നമ്മുടെ പത്രങ്ങളൊക്കെ ചർച്ച ചെയ്ത അബോർഷനുമായി ബന്ധപ്പെട്ട ചർച്ച, അതുപോലെ തന്നെ കുട്ടികളെ പ്രസവിക്കാത്തതിന്റെ രൂപത്തിലേക്ക് സ്ത്രീകളെ മാറ്റിയെടുക്കുന്നതിന്റെ ഓപ്പറേഷനെ കുറിച്ചുള്ള ചർച്ച. ഈ ചർച്ചയിലൊക്കെ പരിശുദ്ധ ഖുർആനിന് എന്ത് അഭിപ്രായം പറയാനുണ്ട്? പരിശുദ്ധ ഖുർആൻ 1400 വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞ കാര്യം അതിലൊരു മാറ്റത്തിരുത്തലുകൾക്ക് ആവശ്യം വന്നിട്ടില്ല. നോക്കൂ പ്രിയപ്പെട്ടവരെ, റഷ്യയിൽ കുറച്ചു വർഷങ്ങൾക്ക് മുമ്പ് റഷ്യയിൽ ഹ്യൂമൻ റിസോഴ്സ് ആളുകൾ വർദ്ധിക്കുന്നു എന്ന് പറഞ്ഞു, അവിടുത്തെ ജനസംഖ്യ വർദ്ധിക്കുന്നു എന്ന് പറഞ്ഞ് അവിടുത്തെ സ്ത്രീകളോട് കൂടുതൽ പ്രസവിക്കരുത് എന്നാവശ്യപ്പെടുകയും നിയമം മൂലം കൂടുതൽ പ്രസവിക്കുന്നത് നിർത്തലാക്കുകയും ചെയ്ത റഷ്യ. ആ റഷ്യയിൽ വർഷങ്ങൾക്ക് മുമ്പ് 3-4 വർഷങ്ങൾക്ക് മുമ്പ് ഒരു ഉച്ചകോടി കൂടി. എന്തിനാണെന്നറിയോ? റഷ്യയിൽ ഹ്യൂമൻ റിസോഴ്സ് കുറഞ്ഞിട്ടുണ്ട്, അതുപോലെ തന്നെ ജനസംഖ്യ കുറഞ്ഞിട്ടുണ്ട്. കൂടുതൽ പ്രസവിക്കുന്ന സ്ത്രീകൾക്ക് അർഹിക്കുന്ന അംഗീകാരം തരാം, നിങ്ങൾ പ്രസവിക്കൂ എന്ന് പറഞ്ഞ് സ്ത്രീകൾക്ക് വേണ്ടി പ്രോത്സാഹനം പ്രസവിക്കാൻ കൊടുക്കുന്ന ഒരു ഉച്ചകോടി റഷ്യയിലെ മോസ്കോയിൽ കൂടി. എന്താ പ്രിയപ്പെട്ടവരെ ഇത് പറയുന്നത്? മനുഷ്യന്റെ ബുദ്ധി കൊണ്ട് നിർമ്മിച്ചെടുത്ത ആദർശങ്ങൾ മാറ്റത്തിരുത്തലുകൾക്ക് വിധേയമാക്കപ്പെടുമ്പോ ലോകത്ത് 1400 വർഷങ്ങൾക്ക് മുമ്പ് എന്റെയും നിങ്ങളുടെയും കയ്യിലുള്ള പരിശുദ്ധ ഖുർആൻ നമ്മളോട് പറഞ്ഞു, വലാ തഖ്തുലു ഔലാദകും വലാ തഖ്തുലു ഔലാദകും ഖശ്യത്തിൻ ഇംലാഖ്, നിങ്ങൾ ദാരിദ്ര്യ ഭയത്താൽ നിങ്ങളെ കുട്ടികളെ കൊല്ലരുത്. നഹ്നു നർസുഖുകും വഇയ്യാകും, ഞാനാണ് നിങ്ങൾക്കും അവർക്കും ഭക്ഷണം തരുന്നത്. കുട്ടികളെ കൊല്ലാൻ പാടില്ല. ഇന്ന് കുട്ടികളെ പ്രിയപ്പെട്ടവരെ എന്തെല്ലാം കാര്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് മക്കളെ കൊല്ലുന്നത്? മക്കളോട് സ്നേഹമില്ലാത്ത ഒരു കാലഘട്ടം, മക്കളോട് സ്നേഹശൂന്യതകൾ കാണിക്കുന്ന ഒരു കാലഘട്ടം. ഏതൊരു മാതാവിനോടും സ്വന്തം മക്കളോട് ആണല്ലോ ആദ്യമായിട്ട് സ്നേഹം വേണ്ടത്. എന്നാൽ ജനിച്ചു വീഴുന്ന കുട്ടിയെ കടുത്ത് ഞെരിച്ച് കൊല്ലുന്ന ഒരു ജനങ്ങൾ, ഒരു മാതാപിതാക്കൾ ഇവിടെ വളർന്നുകൊണ്ടിരിക്കുമ്പോ കാമുകൻക്ക് വേണ്ടി ഈ കുട്ടിയെ അമ്മത്തൊട്ടിലിൽ ഉപേക്ഷിച്ചുകൊണ്ട് കടന്നു പോകുമ്പോ പ്രിയപ്പെട്ടവരെ, കേരളത്തിന്റെ മണ്ണിലെ അമ്മമാർക്കും ഇവിടത്തെ അച്ഛന്മാർക്കും മനോമുഖരത്തിൽ സ്നേഹവും വാത്സല്യവും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. കാരണം ഇന്നലകളിൽ നമ്മളൊക്കെ പഠിച്ച വയലോപ്പള്ളിയുടെ ഒരു കവിത കേൾക്കുമ്പോ നമ്മളൊക്കെ ഏറെ കണ്ണിൽ നിന്ന് കണ്ണുനീര് വീണ, സങ്കടം വന്ന ഒരു കവിതയുണ്ടായിരുന്നു. ഇന്ന് ആ കവിത കേട്ട് മക്കൾക്ക് ദുഃഖം തോന്നുന്നില്ല. കേരളത്തിലെ ന്യൂ ജനറേഷനായ യുവതി യുവാക്കൾക്ക് ഒരു പ്രയാസം തോന്നുന്നില്ല. കാരണം അതിനേക്കാളും വളരെ ഗൗരവകരമായ ടെൻഷനിലും വളരെ ഗൗരവം പിടിച്ചുള്ള പ്രശ്നത്തിലും അവർ അകപ്പെടുമ്പോ അത് പച്ചയായി അവർ ജീവിതത്തിൽ അവർ വായിച്ചെടുക്കുമ്പോ അതൊരു കഥയായിട്ട് അവർക്ക് തോന്നുന്നില്ല, അതൊരു കവിതയായിട്ട് അവർക്ക് തോന്നുന്നില്ല. വയലോപ്പള്ളിയുടെ മാമ്പഴം എന്നുള്ള കവിത പലപ്പോഴും നമ്മളൊക്കെ പഠിച്ച കവിതയാണ്, പലപ്പോഴും നമ്മൾ കേട്ട കവിത. അതിന്റെ വരികൾ ഇങ്ങനെയാണ്: അങ്കണത്തൈമാവിൽ നിന്നാദ്യത്തെ പഴം വീഴുകേ, അമ്മ തൻ കണ്ണിൽ നിൻ ഉതിർന്നു ചുടു കണ്ണീർ, 4 മാസത്തിന് മുന്നിൽ ഏറെ നാൾ കൊതിച്ചി ബാലമാഗന്ധം പൂവിട്ടുണ്ണികൾ വിരിയവേ, 4 മാസങ്ങൾക്ക് മുൻപിൽ ഏറെ നാൾ കൊതിച്ചി ബാലമാഗന്ധം പൂവിട്ടുണ്ണികൾ വിരിയവേ. അല്ലേ ആ കവിത?